കലകളിലുള്ള താൽപര്യവും സാധനയും വിദ്യാർത്ഥികളുടെ പഠന സമ്മർദ്ദം ലഘൂകരിക്കാൻ സഹായിക്കുമെന്ന് ദേശീയ ചലച്ചിത്ര അവാർഡ് ജേതാവ് സുരഭി ലക്ഷ്മി. പാതായ്ക്കര AUP സ്കൂളിന്റെ 108ാം വാർഷികാഘോഷത്തിലും വിരമിക്കുന്ന ശ്രീകല ടീച്ചർക്കുള്ള യാത്രയപ്പ് സമ്മേളനത്തിലും മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അവർ. കാരണം ഞാൻ ഒരുപാട് സ്കൂളുകളിൽ ആനുവൽ ഡേക്ക് വേണ്ടിയിട്ടും അല്ലാതെയൊക്കെ പല പ്രോഗ്രാമുകൾക്ക് പോകുന്ന സമയത്ത് അവിടെയൊക്കെ എന്താ കട്ട് കോപ്പി പേസ്റ്റ് എന്ന് പറഞ്ഞതുപോലെ ഒരു പ്രത്യേക സിസ്റ്റത്തിലുള്ള കാര്യങ്ങൾ മാത്രം ഇങ്ങനെ നടന്നു പോകുന്ന സ്കൂളുകളാണ്. വളരെ എക്സലായിട്ടുള്ള കുട്ടികളുണ്ടാവും, അക്കാഡമിക് തരത്തിൽ വളരെ ഉയർന്ന തരത്തിലുള്ള കുട്ടികളെ അഭിനന്ദിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടുത്തെ ഒരു 2024 മുതൽ 26 വരെയുള്ള അല്ലേ 25-26 വർഷത്തെ ഇവിടുത്തെ റിപ്പോർട്ട് നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ടപ്പോഴൊക്കെ സത്യത്തിൽ എത്ര കാര്യങ്ങളാണ് ഈ സ്കൂളിൽ. ഞാനത് വെറുതെ തമാശയ്ക്ക് അല്ലെങ്കിൽ ഒരു സ്കൂളിൽ വന്ന് മാക്സിമം അവരെ പൊക്കി പറയണമെന്ന് വിചാരിച്ചിട്ട് പറയുന്നതല്ല, മനസ്സറിഞ്ഞ് പറയുന്നതാണ്. നിങ്ങളുടെ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഈ സ്കൂളിലെ അധ്യാപകരൊക്കെ രാജക്ക കൈയടിക്കാൻ പറഞ്ഞാണോ? അധ്യാപകരൊക്കെ ഇവിടെയുള്ള കുട്ടികളെ തീയിലാണ് കുരുത്തെടുക്കുന്നത്. അവരൊരിക്കലും വെയിലത്ത് പാടാൻ പോകുന്നില്ല. കാരണം അത്രയും സജ്ജീകരണങ്ങളോട് കൂടിയിട്ട് നമ്മുടെ സ്കൂളിൽ നിന്ന് തന്നെ എങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു സമൂഹത്തിൽ ഏതെല്ലാം തരത്തിൽ മുന്നോട്ട് പോകാം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിന് ഇപ്പോൾ ഞാൻ എവിടെയും കേട്ടിട്ടില്ല ഒരു സ്കൂളിലുള്ള കുട്ടികൾക്ക് മുഴുവൻ ഇൻഷുറൻസ്, അപകട ഇൻഷുറൻസുകൾ നൽകുന്ന ഒരു സ്കൂള് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അതിനുള്ളൊരു അഭിനന്ദനം ആദ്യം തന്നെ സുനിൽ സാറിന് അറിയിക്കുകയാണ്. കാരണം ഇതുപോലൊരു മാനേജർ നിങ്ങൾക്ക് കിട്ടൂല കേട്ടോ. യാത്രയപ്പ് സമ്മേളനം നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. നമുക്കൊക്കെ അഭിമാനകരമാണ്. ഒരു വിദ്യാലയം എങ്ങനെയാണ് അതിൻ്റെ മാതൃക ഉണ്ടാക്കേണ്ടതെന്ന് ഈ റിപ്പോർട്ടിൽ നിന്ന് നമുക്കെല്ലാം ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ സർഗപ്രതിഭകളായ നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക് എല്ലാ ആശംസകളും നേരുന്നതോടൊപ്പം നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള വിരമിക്കുന്ന നമ്മുടെ ശ്രീകല ടീച്ചർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ നിർവഹിക്കുന്നു. നന്ദി, നമസ്കാരം. നഗരസഭാ ചെയർപേഴ്സൺ പച്ചേരി സുരയ്യ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പ്രധാനാധ്യാപിക ശ്രീജ PM സ്കൂളിന്റെ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. മാനേജർ സുനിൽ ചെമ്പത്ത് സ്കൂളിന്റെ ഭാവി കാഴ്ചപ്പാടുകൾ വിശദീകരിച്ചു. ഈ വർഷം മുതൽ സ്കൂളിൽ നടപ്പിലാക്കുന്ന സൗജന്യ അപകട ഇൻഷുറൻസ് പദ്ധതി മുൻ വാർഡ് കൗൺസിലർ K ഉണ്ണികൃഷ്ണൻ പ്രഖ്യാപിച്ചു. സ്കൂൾ ബ്രോഷറിന്റെ പ്രകാശനം നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അമ്പിളി മനോജ് കൗൺസിലർ പച്ചേരി സുബൈറിന് നൽകി നിർവഹിച്ചു. പ്രീ പ്രൈമറി കുട്ടികൾക്കുള്ള സൗജന്യ പഠന കിറ്റ് വിതരണം ചലച്ചിത്ര സംവിധായകൻ ഹാജ മൊയ്തു നിർവഹിച്ചു. പെരിന്തൽമണ്ണ AEO KT കുഞ്ഞുമൊയ്തു മുഖ്യപ്രഭാഷണം നടത്തി. സ്റ്റെപ്സ്, ന്യൂമാത്സ് പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവർക്കുള്ള സമ്മാനങ്ങൾ PV പ്രീതി, നിഷ സുബൈർ എന്നിവർ വിതരണം ചെയ്തു. വാർഷികാഘോഷത്തോടനുബന്ധിച്ച് കുട്ടികൾ അവതരിപ്പിച്ച വിവിധ സംസ്ഥാനങ്ങളിലെ നൃത്തരൂപങ്ങൾ കോർത്തിണക്കിയ ലയസമന്വയം കാണികൾക്ക് വ്യത്യസ്തമായ അനുഭവമായി. ചടങ്ങിൽ ശ്രീനിവാസൻ, വിനോദ്, സെറീന, അർച്ചന, ശ്രീകല, അബ്ദുറഹീം എന്നിവർ സംസാരിച്ചു. CCN പെരിന്തൽമണ്ണ.